കാട് പുല്ല് വളർത്തിണ്ടായിരുന്നു, അത് കാട് പിടിച്ചു. പക്ഷെ ഇവിടത്തെ പച്ചപ്പും ഹരിതാപിയൊക്കെ പോയി. എങ്ങനെയാ ഭംഗിയില് നിക്ക അതുപോലെ വെട്ടണം. അതാണ് നിനക്ക് പറ്റിയ പണി. ഇത് അറിയുന്നവര് അങ്ങനെ പറയണത് ഭർത്താവിന്റെ കോണമാണ്. ഇതുകൊണ്ട് വല്ല ഉപകാരം നിങ്ങളൊന്ന് പറഞ്ഞത് അവരൊരു സജഷൻ. 2 പഞ്ചവത്സര പദ്ധതികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനി ഈ കൊല്ലം തൽക്കാലം വേറെ പണിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടില് പുല്ല് വളർത്തിണ്ടായിരുന്നു, അത് കാട് പിടിച്ചു. നല്ല കനത്തിലായി. പുല്ല് വെട്ടേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ അവർക്ക് വരാൻ ഒന്നാമത്തേൽ മഴ, പിന്നെ അവർക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ അതേ സമയത്ത് തന്നെയാവുമല്ലോ എല്ലാവരും വെട്ടി നിർത്താൻ വേണ്ടി വിളിക്കുക. അപ്പോൾ മുന്നേ വിളിച്ചിട്ടുള്ളവരുടെ അടുത്തേക്കല്ല ആദ്യം പോവുക. അപ്പോൾ അതുവരെ നമ്മുടെ അവിടേക്ക് വരാൻ പറ്റാണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം അവർ ഇന്ന് വന്നു. അപ്പം ഇന്ന് വന്നപ്പോൾ അവർ വെട്ടാൻ തുടങ്ങിയിട്ടാ. പുല്ല് വെട്ടുന്നവർക്ക് ചായ. പക്ഷെ ഇവിടത്തെ പച്ചപ്പും ഹരിതാപിയൊക്കെ പോയി. എന്തൊരു ഭംഗിയായിരുന്നു ഇവിടെ അല്ലേ. പലകാരം കേട്ടോ സരിത. 3, 2, 5, 2, 7 അവര് 6 പേരാണല്ലോ. എന്റെ 7 വാങ്ങിച്ചാണ് ചേട്ടൻ. സത്യം പറയാം, ഒരെണ്ണം ആർക്കുള്ളതാ? ഒരു ഉള്ളിയോടെ ആർക്കുള്ളതാ? 5 ഉഴുന്ന് വടയും 2 ഉള്ളി വടയും കിട്ടിയ. 5 ഉഴുന്ന് വടയും ആകപ്പാടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ 5 ഉഴുന്ന് വട 2 ഉള്ളി വട എന്തിനാ ഞാൻ വാങ്ങിച്ചേ? ആവോ, ചേട്ടന് ഉള്ളിയോടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ടേ? അപ്പൊ അവരെന്നെ ആരെങ്കിലും എടുത്തോളൂ. മഴയായാലും വെയിൽ ഉദിക്കുമ്പോ എന്താ ചൂട് അല്ലേ. മിനിഞ്ഞാന്ന് ഭയങ്കര മഴയില്ലായിരുന്നേ. തിങ്കളാഴ്ച വെയിൽ തന്നെയായിരുന്നു അല്ലേ. സ്കൂൾ ഉണ്ടായിരുന്നില്ല. ചായ കുടിക്ക് ചൂടാറുമ്പോഴേക്ക്. ഇത് വൻ വൃക്ഷവും അല്ലെങ്കിൽ വെട്ടി നിർത്തണം. ഭംഗിയായിട്ട് നിക്കുള്ളൂ. അപ്പൊ അത് നിറച്ച് കൂമ്പ് വരും ചേട്ടാ. അപ്പൊ വെട്ടി നിർത്തിയാലേ അതിന് ഭംഗിയുള്ളൂ. അതന്നെ വെട്ടി നിർത്തണം. കാട് പോലെയാവും. പിന്നെ വെട്ടാൻ പറ്റില്ല. അതന്നെ അതിങ്ങനെ വെട്ടി നല്ല ഭംഗിയിൽ നിർത്തണം എപ്പോഴും. ചെറുതാക്കിയിട്ട് കട്ടിങ് ചെയ്യണില്ലേ, ആ കട്ട് ആകുന്ന സ്ഥലത്തൊക്കെ നിറച്ച് വേറെ നിറച്ചിളകൾ വരും. അതന്നെ. ചായ കുടിക്കുക ചേട്ടാ. അങ്ങനെ വേണമെന്ന് വെട്ടേണ്ട സമയമല്ലാന്ന്. ദൈവമേ, നിങ്ങൾ എന്നെ ഇതൊന്ന് കേട്ടിട്ട് പറയും. ഇപ്പൊ ഈ മഴക്കാലത്തല്ലേ ഇതൊക്കെ വെട്ടി നിർത്താ. ഈ സാധനമൊക്കെ നോക്കി കടക്കി വെച്ചിട്ട് ചേട്ടൻ എന്തൊരു ഭംഗിയിൽ നിന്നോടോ ചെടി നിറച്ചു പൂവുണ്ടായിട്ട് നിറ. അതിന് ഇവിടെ വെച്ച് വെട്ടി. ഇപ്പൊ അതൊക്കെ ഒരു മാതിരി കൂമ്പെടുത്ത് വരുന്നുണ്ട്. അത് പൂവും. പക്ഷെ പുതിയ കൂമ്പ് വരുന്ന്. ആരാ പറഞ്ഞേ? അത് മങ്ങണതിനനുസരിച്ച് പുതിയത് വന്നോണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യല്ലേ. അതെ. അങ്ങനെ കുറെ സമയത്തെ ചർച്ചയ്ക്ക് ശേഷം ചേട്ടൻ സമ്മതിച്ചു വെട്ടാനായിട്ട്. ഇവരൊക്കെ പറഞ്ഞു അത് വെട്ടി നിർത്തണം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. എങ്ങനെയാ ഭംഗിയില് നിക്ക അതുപോലെ വെട്ടണം. ചായ കുടിക്ക്. അപ്പൊ ചേച്ചിമാരും ചേട്ടന്മാരും ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഒരു തർക്കം ഇവിടെ ഉടലെടുത്തിരുന്നു. നമ്മുടെ ഈ സാധനല്ലേ, ഇതിന്റെ പേരെന്ന് പറഞ്ഞ യൂജീനിയ. ഈ യൂജീനിയ ഇപ്പൊ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോ നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ വെട്ടണ്ടാന്ന് സരിതായിട്ട് തർക്കിച്ചൊക്കെയായിരുന്നു. അപ്പൊ നിധി വന്നു. അതായത് ഞാൻ അതിന്റെ വെട്ടരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ കാണാൻ? പച്ച എന്തൊരു പച്ച ഭംഗിയുള്ള പുല്ലായിരുന്നു. വെട്ടിയപ്പോ ഇങ്ങനെയായില്ലേ. പക്ഷെ അത് ഭംഗി വരും. അത് വെട്ടിയിട്ട് കുറച്ച് നാളെ നോക്കിയോളോ. കുറച്ച് നാളെ നോക്കിയോളോ. ഒടുവിൽ ഞാനിത് വെട്ടാൻ സമ്മതിച്ചു. അപ്പൊ അവര് പറഞ്ഞേ, അവരറിവുള്ളവരാണല്ലോ. അവര് പറഞ്ഞു ഇത് വെട്ടി ഇങ്ങനെ ഭംഗിയാക്കി നിർത്തിയാലാണ് നല്ല ഭംഗിയിൽ വരില്ല. അല്ലെങ്കിൽ ഇത് വലിയൊരു വൻമരമായിട്ട് മാറും. പിന്നെ അതുമ്മ വെട്ടാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല, വെട്ടാനും പറ്റില്ല. വെട്ടാൻ താല്പര്യം ഉണ്ടാവില്ല എന്നല്ല, അതിന്റെ മോൾ ഭാഗം മാത്രം പിന്നെ ചുവപ്പ് കളറിൽ നിക്കുള്ളൂ. ഈ ഭാഗത്ത് പച്ച കളറിൽ ഒരു ഭംഗിയില്ലാണ്ട് ഒരു സാധാ മരം പോലെയാവും. ഇതാവുമ്പോ ഇവിടെയൊക്കെ വെട്ടി നിർത്താം. അപ്പൊ ഇവിടെയൊക്കെ ഇനി
പിന്നെ മാത്രല്ല ഇതിനെ ഇങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഈ തടി ഇത് കനം വെക്കും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇങ്ങനെ വളഞ്ഞിട്ടാ നിക്കുക വെള്ളത്തിന്റെ തൂങ്ങിയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ അത് നല്ല കനം വരുമ്പോ പിന്നെ അങ്ങനെ നിന്നോളൂ. എപ്പോഴും നമുക്ക് ഇത് ഈ ഒരു ഹൈറ്റിൽ നിർത്തിയാൽ മതി. ഞാൻ വെട്ടണ എന്തേ അതാണ് അപ്പൊ പറയണ, അതാണ് നിനക്ക് പറ്റിയ പണി, ഇത് അറിയുന്നവര് ഇതാണ് പറഞ്ഞിട്ട് അങ്ങനെ പറയണം. അതാണ് നിനക്ക് പറ്റിയ പണി അല്ലേ? ഇത് അറിയാവുന്നവരെ കൊണ്ട് ജയിക്കുന്നതാണ് നല്ലത്. നീ പോ. ഡയലോഗ് കണ്ടില്ലേ വെട്ടി തീർത്തിയാണ് നോക്കില്ല. ഞാൻ വിചാരിച്ചത് ഇതിന് ഒരിക്കലും പൊടിക്കില്ല, ഇത് വെട്ടി. അതൊക്കെ ഞാൻ വെട്ടി തീർത്തിയാട്ടോ. അതൊക്കെ ഇത് സെൻട്രലത്തെ സാധനം ഉണങ്ങി തുടങ്ങി. ഇത് പൊടിച്ചിട്ടില്ല. സെൻട്രലത്തെ ഉണങ്ങി അത് പോയി. ഇതേ സെൻട്രലത്തെ കണ്ട ഉണങ്ങി. ഇത് ഒരു മയത്തിലൊക്കെ വെട്ടണ്ടേ? ഉണങ്ങിയില്ലേ? ഉണങ്ങി ഉണങ്ങി ചേട്ടാ. ഈ ബാക്കിയുള്ളതും കൂടി വലിച്ചു പറക്കൂ. അടുപ്പിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കത്തിച്ചോ. അതെ, ഇത് ഭയങ്കര രസാട്ടാ. ഭദ്രമായി സൂക്ഷിക്കുക. ഒരു കഥീന്റെ അച്ഛൻ പറഞ്ഞ അത് പറയാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞ കേട്ടുള്ള കഥീനട്ടാ. അതായത് അത് വീഡിയോയിൽ പറയാൻ പറ്റുമോ കഥ? പറയാം. അതായത് പണ്ട് ഒരു തുള്ളണ ആളുണ്ടായിരുന്നു. പണ്ട് കാലത്തുണ്ടാ പണ്ട്. അപ്പോൾ ഇയാൾ തുള്ളുമ്പോൾ പണ്ടുള്ളവർക്ക് അറിയാലോ, ഈ മറ്റേ കോണാണ് എടുക്കുക. വെറുതെ ഉള്ളിൽ കോണാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. ഒരു 50-60 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമുണ്ട് പറയണ്ട. ആളിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ആളെ ഭാര്യ എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് കൽപ്പന കേൾക്കാനും ഈ പൂവ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിങ്ങനെ എറിയാനൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ഉണ്ട്. നിറച്ച് നാട്ടുകാർ മുഴുവൻ ഉണ്ട്. ഈ തുള്ളുന്നതിൻ്റെ ഇടയിൽ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസയും കിട്ടുന്നുണ്ട്, കാശും കിട്ടുന്നുണ്ട്. ഈ ദക്ഷിണ എന്താ പറയുന്നത്, വാളുമ്പോൾ പൈസ വെച്ച് കൊടുക്കില്ലേ, തുള്ളണ വാളില്ലേ, നമ്മൾ പൈസയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തുള്ളുന്നതിൻ്റെ ഇടയിൽ ആളെ ഈ വൈകുന്നേരം നേരത്തിന് ഈ കോണം ഇവിടെ നിന്നാട് അഴിഞ്ഞു, ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു മുണ്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് അഴിഞ്ഞു എന്ന്. കശിക്കായിന്ന് മനസ്സിലായി തുള്ളുന്നതിൻ്റെ ഇടയിൽ പറയണത്. എനിക്കറിയില്ലേ ചേട്ടൻ എന്തേലും ചെയ്യും. തുള്ളുന്നതിൻ്റെ അഴിഞ്ഞു തുടങ്ങിയപ്പോൾ ആള് ആകെ ചതിച്ചൂലോ ദേവി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെയായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആള് സൂത്രത്തിൽ എന്തൊരു ചെയ്താ ഈ തുള്ളുന്നതിൻ്റെ ആള് തുള്ളണതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയപ്പോ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ആളുടെ ഭാര്യനെ കണ്ടു. ഭാര്യനെ കണ്ടു. അപ്പൊ തുള്ളുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ട് സൂത്രത്തിലാണ്ട് ഈ കോണം അങ്ങോട്ട് അഴിച്ചെടുത്ത് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചില്ല, ചുരുട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. പിന്നെ പല തൈലും പിടിച്ചിട്ട് ഭാര്യനെ വിളിച്ചു. ഭാര്യനെ വാളുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ടാ വിളിച്ചു. എന്നിട്ട് തുള്ളിക്കൊണ്ടിരുന്ന് പറഞ്ഞു. ആള് ഇതാണ്ട് ചുരുട്ടി പിടിച്ചിട്ടാ. വലിയ വലിപ്പൊന്നും ഉണ്ടായില്ല ഈ കോണം. പണ്ടത്തെ ഈ ലങ്കോട്ടിയല്ല, ചെറിയൊരു സാധനം ഉണ്ട്. ഇത്രയ്ക്ക് പോകുന്ന ഒരു കുഞ്ഞൊരു സാധനം ഉണ്ടാവുള്ളൂ. ചുരുട്ടി കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ, ഒരു ചെറുനാരിക്കാരെ വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, കൈ ഇങ്ങോട്ട് നീട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാന്ന് പറഞ്ഞു. ഭാര്യ അപ്പം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടിട്ട് എന്തിട്ട് ദേവിയുടെ പ്രസാദമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആരും കാണാത്ത മാറല്ലേ പോയിട്ട് ഇങ്ങോട്ട് നടക്ക്. ആളുകളുടെ തിരക്കിന്നൊക്കെ മാറിയിട്ട് നോക്കിയാ അല്ല, ഇതാണ് തുറന്ന് നോക്കിയപ്പോഴുണ്ട് ഭർത്താവിന്റെ കോണമാണ്. അതുപോലെ ഞാൻ സരിതയോട് പറയണേ, ഇത് ഭദ്രമായി കൊണ്ടുപോയി സൂക്ഷിക്കുക. ചെമ്പരത്തി പൂക്കൾ വിരിഞ്ഞു തുടങ്ങിട്ടാ. അപ്പോൾ ഇവിടുത്തെ പുല്ല് വെട്ടൽ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഭയങ്കര കനായിരുന്നു പുല്ലിനെ. ഇനി ഇവിടുത്തെ ഭംഗി ഒരു 2 ആഴ്ച കഴിഞ്ഞാലേ ഇവിടുത്തെ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പം ആ പച്ചപ്പ് പോയില്ലേ, ഒറ്റയടിക്കാ പച്ചപ്പ് പോയി. അവിടെ ഒന്ന് ഒതുങ്ങി. അപ്പൊ പാമ്പും കീമ്പൊന്നും വന്ന് കിടന്നു കഴിഞ്ഞാൽ മുന്നേ കാണില്ല. ഇവരോട് പുല്ല് വെട്ടാൻ വരാൻ പറഞ്ഞിട്ട് നാള് കുറേ പുല്ല് വെട്ടാനായിട്ട്. അവിടെയൊക്കെ ഭയങ്കര ഉയരത്തിലായി, ഇത്രയ്ക്ക് ഉയരത്തിലായി പുല്ല്. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വന്നില്ല. ഉള്ളിൽ കിടന്നോടന്നാവോ, നമ്മള് ഉള്ളപ്പോ വന്നിട്ടില്ല. പിന്നെ ഇത് ഈ സാധനത്തില്ലേ, ഇതമ്മ കുഞ്ഞ് നല്ല ഭംഗിയുള്ള കിളികൾ വരും കേട്ടാ തേൻ കുടിക്കാനായിട്ട്. എന്തൊരു ഭംഗിയുള്ള കിളികളല്ല തരുതേ, കുഞ്ഞു കിളികൾ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളോ. അന്ന് പോയി ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കി, അപ്പോഴേക്കും അവർ പറന്നു പോയി. ഇനി അവരവിടെ പുല്ല് വെട്ടട്ടെ. ഈ സാധനത്തിന്റെ പേര് കിട്ടുക ഹെലിക്കോണിയ. പിന്നെ നോക്കിയാ ഇവിടെ നോക്കിയാ തുളസി നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു 2 എണ്ണം. അപ്പോൾ സരിത പറഞ്ഞ് 2-3 തുളസി വെക്കണമെന്ന് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു. വെച്ച് നോക്കിയാൽ നല്ല ഭംഗി നമ്മുടെ കുടിലിൻ്റെ അവിടെ. നല്ല എന്തൊരു ഭംഗിയാ തുളസി അല്ലേ. ഒരു 5-6 തുളസി വെച്ചല്ലോ. പിന്നെ ഇവിടെ ഒരു മണിത്തക്കാളി കേട്ടാ നോക്കിയേ,
ഈ മണിത്തക്കാളിന് ഞാൻ മണിത്തക്കാളി 2-3 തക്കാളി ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പം ഇനിയിപ്പോൾ അവർ അവിടെ പുല്ല് വിടണം കേട്ടാ. പിന്നെ ഈ ഭാഗവും കഴിഞ്ഞു. ഈ ഭാഗം കഴിഞ്ഞു തുടങ്ങി. അതെ, അവിടേക്ക് പോയി. ഇനി ഒരു ഭയങ്കര സാധനം, ഒരു അബദ്ധം കാണിച്ചു തരാൻ കേട്ടാ. നമ്മളാകുമ്പോ പിന്നെ പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ സാധനങ്ങള് 2 എണ്ണം ഇറക്കിയിട്ടുണ്ട് കണ്ട. വീട്ടിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക സാർ. അങ്ങോട്ട് വാ. നമ്മളുടെ വേസ്റ്റുകൾ പോണതുണ്ടല്ലോ, വേസ്റ്റുകൾ, അതായത് 3 ബാത്റൂം, പിന്നെ 2 വാഷ് ബേസൻ, പിന്നെ ഈ വർക്ക് ഏരിയയിലത്തെ സിങ്ക്, ഇതിൽ നിന്ന് പോണത് എല്ലാ വേസ്റ്റ് വെള്ളം കൂടിയിട്ട് പോണത് ഒരൊറ്റ പൈപ്പാക്കിയിട്ട് അവിടേക്ക് വിട്ടിട്ട് അവിടെയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ടാങ്ക് വെച്ചിട്ട് അതിലേക്കാണ് ഈ വെള്ളം പോണേ, ഈ വേസ്റ്റ് വെള്ളം മൊത്തം പോണം. അപ്പൊ അല്ല, ഇത് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടാ. വീട് പണിയുന്നവർക്കും വീടുള്ളവർക്കും. ഇത്തിരി ദീർഘവീക്ഷണമൊക്കെ ഉള്ളവർക്ക് സംഭവിക്കില്ല. ഞങ്ങൾക്ക് അതൊരു കുറവായിരുന്നു. അത് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോഴാണ് സജീവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സജീവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സൂപ്പർവിഷൻ വരുന്നത് വളരെ നല്ലതാണ്. കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞു തരും. അപ്പോൾ അവൻ എത്ര കൊല്ലം മുന്നേ വീട് വെച്ചതാ. നമ്മൾ 2008 2009 എപ്പോഴും അവൻ്റെ വീട് അവൻ താമസമായിട്ടുണ്ട്. 2010 ഇവിടെ അവൻ താമസമായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് തന്നെ അവൻ 3 സെപ്പറേറ്റ് ടാങ്കുകൾ വെച്ചു. വേസ്റ്റ് വെള്ളം എല്ലാം കൂടിയിട്ട് ഒരെണ്ണത്തിലേക്ക് വെച്ചില്ല. അപ്പം അവന് പിന്നെ നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവൻ പറഞ്ഞത് അടുക്കളയിൽ നിന്ന് വരുന്ന ഇതില്ലേ മാലിന്യം, ആ പോണതിന് മാത്രം സെപ്പറേറ്റ് ഒരെണ്ണം വെക്കണം, ബാത്റൂമുകളിലത്തെ ഒക്കെ കൂടിയിട്ട് ഒരെണ്ണം അങ്ങനെ മാറ്റി വെക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്നുള്ളതിൽ എപ്പോഴും മറ്റേ ചോറും പറ്റും തേങ്ങയും എണ്ണയും നമ്മൾ അങ്ങനത്തെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ വരല്ല. അപ്പോൾ അത് ബ്ലോക്കൊക്കെ വരുമ്പോഴൊക്കെ ഈ ബാത്റൂമിലേക്ക് പൊട്ട സ്മെല്ലെടുക്കും, ബാത്റൂമിൽ വെള്ളം പൊങ്ങും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് തന്നെ ഒരെണ്ണാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് ഇപ്പം ഈ മഴക്കാലത്ത് ശരിക്കും മനസ്സിലായി. ഭൂമിയിൽ വെള്ളം പൊന്തുകയാണ്. അപ്പം ഈ സാധനം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൊക്കെ ഓട്ടകളിൽ കൂടെ ഈ ഭൂമിയിൽ വരുന്ന വെള്ളം മുങ്ങിയിട്ട് നിറഞ്ഞിട്ട് ഇത് നിറഞ്ഞു. അപ്പം ഇതിലേക്ക് പിന്നെ പോകാനായിട്ട് സ്ഥലമില്ല. ഇത് നിറഞ്ഞിട്ടാണ് ഇത് ഇരിക്കണേ ഓൾറെഡി. കാരണം ഇപ്പം ഇവിടെ വെറുതെ ഒന്ന് കൈക്കോട്ടോട്ട് താഴ്ത്തിയാൽ വരെ ഇവിടെ വെള്ളം കാണും, വെള്ളം കാണും. അത്രയും വെള്ളമാണ് ഈ ഭൂമി നിരപ്പിൽ ഉണ്ട്. വെള്ളം മൊത്തം ആ പാടത്തിയൊക്കെ നോക്കിയാൽ കാണാം അവിടെ വെള്ളം കെട്ടിക്കണം. ആ നിരപ്പിൽ ഇവിടെ അടിയിൽ വെള്ളം ഉണ്ടായി. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ അവിടെ ഇരിക്കുന്ന ടാങ്ക് ഇപ്പോൾ മറ്റേ മഴവെള്ളം ഭൂമിയിലത്തെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടിരിക്കണം. അപ്പം ഈ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ചെറുതായിട്ട്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ ഞങ്ങൾ 3 പേരിലുള്ള കുളിക്കണം. അപ്പോൾ 3 പാത്രം വെള്ളമാണ് ആകിണ്ടാവും. പക്ഷേ ഈ പാത്രം കഴുകുന്ന സാധനം ഉണ്ടല്ലോ, ആ വെള്ളം എന്തിട്ടുണ്ടാവണമെന്ന് വെച്ചെങ്കിൽ പോവാൻ സ്ഥലമില്ലാണ്ട് അത് നേരെ ബാത്റൂമിൽ പൊന്തുക. ഈ പാത്രം കഴുകുമ്പോൾ ഉണ്ടാവണ ഈ എന്താ പറയുക വേസ്റ്റ് സാധനങ്ങളുണ്ട് ബാത്റൂമിനുള്ളിൽ കടക്കാൻ പറ്റില്ല. പൊട്ട സ്മെല്ലുണ്ട് ഉള്ളിലത്തെ ബാത്റൂമിൽ. പാത്രം കഴുകൽ കഴിയുമ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ പാത്രങ്ങൾ കഴുകാണ്ടാവില്ല. ഇപ്പം രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പം അത് കഴിയുമ്പോൾ ഒന്ന് പിന്നെ അല്ല രാത്രി നമ്മൾ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം അതെല്ലാം കഴിയുമ്പോൾ രാത്രി ഈ 2 സമയത്താണ് ഇതിങ്ങനെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കൊണ്ട് പതുക്കെ താഴും. അപ്പം എന്തൊരു ചെയ്തേ എപ്പോഴാണ് സജീവം പറഞ്ഞത് ഓർമ്മ വന്നത്. നമ്മളിത് ചെയ്തത് അബദ്ധമായി. ഈ എല്ലാം കൂടി ഒരു ടാങ്കിലേക്ക് ആക്കിയത് പ്രശ്നമായി. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഏരിയയുടെ സിങ്ക് ഇവിടെയാണ്. അപ്പോൾ ഈ സിങ്കിൻ്റെ നേരെ പൈപ്പ് വരുന്നുണ്ട്. അതിന് നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ടാങ്ക് വെക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരെണ്ണം പോരാ, 2 എണ്ണം മേലേക്കിട്ട് വെക്കാം. എന്നിട്ട് 2 എണ്ണം ഓടിപ്പോയി വാങ്ങിച്ചോണം. അപ്പം തന്നെ 3200 രൂപ രണ്ടിനും കൂടി. അപ്പോൾ ഒരെണ്ണം വെച്ച് നമുക്ക് ഇതിപ്പോൾ എത്ര വരും? 1.5 അടി 3 അടി മൊത്തം. അപ്പം 3 അടി താഴ്ത്തിയിട്ട് ഇത് വെക്കുക, ഇതിൻ്റെ മേലെ ഇതും വെക്കുക. അപ്പം ഇഷ്ടംപോലെ സ്ഥലമായല്ലോ, ഒരു കാലത്തൊന്നും അറിയില്ല. അപ്പോഴാണ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മേനെ കാണാൻ ഒരു ദിവസം അച്ഛൻ വന്ന് ചോദിച്ചത് എന്തിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിവിടെ താഴ്ത്താൻ എങ്ങനെ പറ്റുക, ഇവിടെ ഇപ്പോൾ വെള്ളമല്ലേ, ഇത് ഒരു കൈക്കോട്ടുണ്ട് മാന്തിയ തന്നെ വെള്ളം, പിന്നെ എങ്ങനെ ഈ 3 അടി ഇവിടെ താഴ്ത്താൻ പറ്റാനാന്ന് ചോദിച്ചപ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റില്ലോ. വെള്ളം ഒരു മഴയുടെ ഇത് പോയി കുറച്ചാൾ കഴിഞ്ഞാൽ ഈ കുഴി കുത്താൻ പറ്റില്ലോ. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ബാത്റൂമിൻ്റെ പൈപ്പ് നേരെ ഇങ്ങടാക്കാം. അപ്പം എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സിങ്കിൽ നിന്നുള്ള വേസ്റ്റിനെ ഒന്നും ചെയ്യണില്ല, അത് അതിലേക്ക് തന്നെ പോയിക്കോട്ടെ. ഈ 3 ബാത്റൂമുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിൽക്കണതില്ലേ അതിനെ കൊണ്ടുവന്നിട്ട് ഇതിലത്തെ കണക്ഷൻ മാറ്റി
അതിന് നേരെ ഇവിടെ ഒരെണ്ണം കുത്തിയിട്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കുടിവെള്ള പദ്ധതി കൊണ്ടു വെച്ചോളൂ ഈ സാധനം. അവരെന്നാ ഇനി ആവശ്യമുള്ളോ? അല്ല 2 കിടന്നോട്ടെ. എന്തിന് അത്ര വലുതിന്റെ ആവശ്യം തൊട്ട് ചേട്ടാ? ഈ ഒരെണ്ണത്തിൽ നമുക്ക് വല്ല മരങ്ങാനും വെക്കാം. ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായി നിങ്ങളൊന്ന് പറഞ്ഞത് അവരൊരു സജഷൻ. ഇതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് എന്തുട്ടേലും വെക്കാം. പിന്നെ ഒരു പരിപാടി കൊണ്ടിരുന്നേ പിന്നെയുള്ളത് ഞങ്ങളുടെ അറിയോ, പിന്നെ അതുപോലത്തെ ഒരു പ്രശ്നമാണ് ഇത്. 3 ദിവസമായി മഴയില്ല, എന്നിട്ടും കുഴൽക്കിണറിൽ നിന്ന് വെള്ളം വരാൻ നിന്നിട്ടില്ലേ? കണ്ട അവിടെയൊക്കെ കണ്ട ചെളി. അപ്പൊ ഈ ചെളി ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയേ, ഇവിടെ പരന്നൊഴുകും. ഇങ്ങനെയാണ് പോകുന്നത്. ഈ സൈഡിൽ കൂടെ കണ്ട പോണത്, കണ്ട ചെളി മുഴുവൻ ഇങ്ങോട്ട് പോണണ്ട. അപ്പൊ കണ്ടില്ലേ ചെളിയാണ് ഇവിടെ മുഴുവൻ ഇങ്ങനെ നിക്കണേ. ഇവിടെ വന്നിട്ട് അതായത് ഈ കടപ്പയ്ക്ക് സത്യം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങടാണ് ചെരിവ് വേണ്ടേ, അതിന് പകരം ചെരിവ് അങ്ങോട്ടാ. അപ്പോ ഇവിടെ നിന്ന് മഴവെള്ളം വരുമ്പോ വരുന്ന വെള്ളമൊക്കെ അടക്കം കൂടി ഇങ്ങോട്ട് വരും. അതാണ് ഇങ്ങനെ ഈ ചെളി അങ്ങോട്ട് വന്നിട്ട് വീടിന്റെ മുന്നോടെ അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെയും ഒരു ചെറിയൊരു മരാമത്ത് പണി ചെയ്യാൻ പോവാണ്. ഇവിടെ ഇതിങ്ങനെ ഒരു ലെവലില് ഒരു തിണ്ട് കേട്ടാ, മറ്റേ AC ബ്ലോക്കിന്റെ പീസില്ലേ കട്ടകള്, അത് വാങ്ങിട്ട് വെച്ചാ മതി, കെട്ടിയാ മതി. അതേപോലെ ഈ ടാങ്ക് വെച്ചിട്ട് വേസ്റ്റ് വെള്ളം കളയണതിന്റെ ഒപ്പം തന്നെ ഈ കുഴൽക്കിണറിന്റെ വെള്ളം പോണതുണ്ടല്ലോ, ആ വെള്ളം പോണത് അടി കൂടെ പൈപ്പ് ഇട്ടിട്ട് മതിലരൂത്തിക്ക് പൈപ്പ് ഇടണം. ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് പൈപ്പ് വാങ്ങിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ എത്ര അടി നീളുണ്ടാവും? 2 പഞ്ചവത്സര പദ്ധതികളാണ് ഇവിടെ ഉള്ളത്. എത്ര വേണ്ടി വരും അടി? എത്ര അടി? 4 ലെങ്ത് വേണ്ടി വരും. 4 ലെങ്ത് 80 അടി ഉണ്ട്. അപ്പൊ വെള്ളം ഇങ്ങനെ പോയിട്ട് ആ പറമ്പിന്റെ താന്നോളും. അറ്റത്തേക്ക് ഇവിടെ കുടിലിന്റെ അപ്പുറത്തേക്ക്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലത്തും പണി തീരില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരും, കാണും. എന്നിട്ട് വേണം അത് ചെയ്തിട്ട് വേണം ഇനി ഒരു പ്രഷർ പമ്പ് എടുത്തിട്ട് ക്ലീൻ കഴുകണം. ഓണാവുമ്പോഴത്തേക്ക് അത് ചെയ്യണം അല്ലേ? ആകെ വൃത്തികേടായിട്ടാ എടുക്കണേ. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനി ഈ കൊല്ലം തൽക്കാലം വേറെ പണിയൊന്നും ഇല്ല. അയ്യോ, അതിനേക്കാൾ വലിയ പണി കൂടാരത്തിന് നേരെയാക്കണം. മോഹൻലാലിന്റെ പോലെ നിക്കണേ, നേരെയാക്കണം. വിളിച്ചിട്ട് വന്നിട്ടില്ലേ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? ഇവിടെ പണിതിട്ടുള്ള ആള്. ഇവിടെ വൃത്തിയായിട്ട് നോക്കിയാ ഭംഗി കഴിഞ്ഞിട്ടത് ഈ കടപ്പുകളൊക്കെ നോക്കിയ സ്ഥലത്ത് ഇത് നടവഴിയിലത്തെ കടപ്പുകളൊക്കെ കണ്ടു തുടങ്ങിയണ്ട. ആള് നമ്മുടെ ഇത് വെട്ടാൻ തുടങ്ങിട്ടാ. എന്താ അറിയുന്നവരെ കൊണ്ട് പണിപ്പിക്കണം. ഈ സാധനം ഇപ്പൊ ഇഷ്ടം പോലെ ആളുകൾ വെക്കുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയ സാധനം. അല്ല, പ്രത്യേകിച്ച് പിന്നെ വള്ളം ചെയ്യലും വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ആള് നല്ല ഭംഗിയിൽ നിന്നോളും വരും. ഭംഗിയുണ്ട്. ചെത്തിനി ഇളകണം കേട്ടാ. ഹൈറ്റ് കുറച്ച് നിർത്തുന്നു. ആൾ നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതാ. ഇപ്പൊ വേണ്ട, ശരിക്കും വേണ്ട, മുടി വെട്ടി വരെ പോയി. അല്ലെങ്കിൽ ഹിപ്പികളെ പോലെ ഇല്ലായിരുന്ന ഇപ്പൊ വൃത്തി വെച്ചു. ഇപ്പൊ അങ്ങനെയാ അല്ല, ഇപ്പൊ എങ്ങനെയാണെന്ന് അതാണ് ഭംഗി. വെട്ടരുത് എന്ന് പറഞ്ഞിട്ട് നിലവിളിയായിരുന്നു. ചേച്ചിയുടെ വീട് എവിടെയാ? മറ്റേ ചേച്ചിരിയോ? ചാഴൂർ തന്നെയാ. ഇത് നോക്കിയാ ഒരു ഇതുപോലെ വന്നേക്കണേ. എന്നിട്ട് പറയാ കാർപ്പറ്റ് പോലെ കണ്ട ആ പുല്ല് ഇതുമിലേക്ക് കേറി വന്നേക്കണേ. ചാഴൂര് എൻ്റെ അമ്മയുടെ ഇളയമ്മയുടെ വീടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, അതും അറിയില്ല. അമ്മയുടെ ഇളയമ്മ, അമ്മയുടെ അനിയത്തി, അതും അറിയില്ല. മരിച്ചുപോയി ആള്, അമ്മമ്മ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് അങ്ങോട്ട് ചാഴൂര്. പണ്ട് ഇങ്ങനെ വെട്ടി പോവല്ലേ? ഈ നാമ്പുകൾ മാത്രം
ശ്രദ്ധിച്ചിട്ട് വെട്ട് ചേട്ടാ, തോന്നിയ പോലെ വെട്ടാണ്ട്. ശ്രദ്ധിച്ചിട്ട് ആയം പോലെ വെട്ടാൻ. കൂടുതലുണ്ടാവട്ടെ, അടുത്ത കൊല്ലം അണ്ണാറകണ്ണന്മാർക്ക് കൂടുതൽ കഴിക്കാം. അങ്ങനെ യൂജീനിയ ഒരു നിരപ്പിലായി. എന്തൊരു ഭംഗിയിലുണ്ടായിരുന്ന സാധനമായിരുന്നു എന്ന് അറിയും. നോക്കിയേ, ഇനി നല്ല ഭംഗിയാവെന്ന് പറയുന്നു, പറയപ്പെടണു. കാത്തിരുന്ന് കാണാതൊക്കെ ഭംഗിയാവും. മുന്നേ അന്ന് പുല്ലുവെട്ടാൻ വന്നപ്പോൾ ഇതുപോലെ നന്നായി വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? ഇതിനെ വെട്ടി നിർത്തിയില്ലേ ഈ പാലനെ? അതിനൊന്നും ചെയ്യണ്ട, അതിന് നിറച്ച് പൂണ്ടാവും. നോക്കിയോളത് ഇവിടെ ഉണ്ടായി തുടങ്ങിയണ്ട. അപ്പൊ അങ്ങനെ അവര് ക്ലീനാക്കി പോയിട്ടാ. കുറച്ച് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെയൊക്കെ ഈ പട്ടകളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെട്ടി ഒതുക്കി, സമയം കിട്ടിയില്ല. ഇതൊക്കെ വെട്ടി ഒതുക്കി മറ്റേ കെട്ടാക്കി വയ്ക്കണം. പിന്നെയൊക്കെ കണ്ട മരമുല്ല ഇവർ വെട്ടിപ്പോ വേണ്ട, നല്ല ഭംഗിയായില്ലേ. ഞാൻ വെട്ടിപ്പോ അത്ര ഭംഗിയില്ല. ഇനി പൂവുണ്ടാവലാണ് ഇതിന്റെ കടമ. ആ കടലാസ് റോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ, അതെടുത്ത് വെക്കണം ശരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതില് വന്നിട്ടുള്ള അവര് ഇവിടെ ചെയ്യണത് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമല്ലോ. അപ്പം അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇത് എന്നത് കാണാൻ പറ്റുക യൂട്യൂബിൽ? നമുക്ക് ചാനലുള്ളത് അറിയില്ല, ചേച്ചിമാർക്കൊന്നും അറിയില്ല. അപ്പോൾ ചേച്ചിമാർക്ക് ചേട്ടൻ നമ്മുടെ ചാനലൊക്കെ ഏതാണെന്ന് കാണിച്ചു കൊടുത്തു, സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ നാളെ കാലത്ത് വരും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കേട്ടാ. അപ്പം അതിലത്തെ ഒരു ചേട്ടൻ ആ പുല്ല് വാരി കൊണ്ട് കളയുണ്ടായിരുന്നില്ലേ, ആ ചേട്ടൻ ആ ഇബ്രാഹിം എന്നാ ചേട്ടൻ്റെ പേര്. അപ്പോൾ ആളുടെ ഫോണിൽ, എൻ്റെ ഫോണിൽ ഇത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോഴേ ആളുടെ കുഞ്ഞെ ഫോൺ, ഞെക്കണ ഫോണില്ലേ അതാ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇതിൽ കാണാൻ പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു, അയ്യോ കാണാൻ പറ്റില്ല അല്ല, അപ്പം എനിക്ക് കാണാൻ പറ്റില്ല ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഫോൺ വാങ്ങിക്കി, ഇതിനിപ്പോൾ വലിയ വിലയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നിൽക്കണ അതിൻ്റെ ഒപ്പം നിൽക്കണ ചേട്ടൻ പറഞ്ഞു, 1000 രൂപയുണ്ട് ഒരു ദിവസം കൂലി, ഒരു മാസം മുഴുവൻ എല്ലാ ദിവസവും പണികളതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ വാങ്ങിക്കാവുന്നതല്ലോ ഉള്ളോ എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്മോൾ അടിക്കാൻ മാറ്റിയിരിക്കണ പൈസയില്ലേ, അത് കുറച്ച് നാൾ വേണ്ടാന്ന് നോക്കി, എന്നിട്ട് അതുകൊണ്ട് വാങ്ങിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെന്തായെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ആളുടെ കഥ പറയാൻ എന്നോട്. അതായത് മോളുടെ കല്യാണമായിട്ട് കടമൊക്കെയായി കല്യാണം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 സെൻറ്റ് സ്ഥലം, ഒരു മണ്ണ് വീടുണ്ടായിരുന്നു, അത് വിറ്റു. എന്നിട്ടും കടം വീടിയിട്ടില്ല. അപ്പോൾ ആ കടങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ വാടക വീട്, അപ്പോൾ സ്വന്തം വീട് പോയില്ലോ, പിന്നെ വാടക വീടായി. അപ്പോൾ വാടക കൊടുക്കണം, ആ കടങ്ങൾ ഇസാഫ് അത് ഇത്. പിന്നെ ഇപ്പോൾ കല്യാണം പെൺമക്കളുടെ കഴിഞ്ഞാലും പിന്നാലെ ഓരോ ചിലവുകൾ വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇസാഫ് അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ടുള്ള പൈസകളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അടവും കാര്യങ്ങളൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പാവം തോന്നി. അപ്പം ഞാൻ ആലോചിക്കരുത്, നമ്മുടെ അച്ഛന്മാരെന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു ത്യാഗമാണ് അവരുടെ ജീവിതം അല്ലേ. മക്കൾക്കും കുടുംബത്തിന് വേണ്ടിയിട്ടേ അമ്മമാരുടെ ത്യാഗമൊക്കെ നമ്മൾ എടുത്തു പറയും എപ്പോഴും. പക്ഷെ അച്ഛന്മാരുടെ ആരും അങ്ങനെ കാണാറില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയുഷ്കാലം മുഴുവൻ പണിയെടുക്കുന്നത് അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടൊരു. ഭാര്യമാർക്കല്ല, ഭാര്യയ്ക്ക്. അവർ എന്നാ ഞാൻ പറഞ്ഞത്, അതായത് അച്ഛന്മാർ. അപ്പൊ അവരുടെ ഭാര്യമാരെന്നല്ല വരാ. അപ്പോ എനിക്കതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ അച്ഛനെ ആയാലും കുറച്ചൊരു പെർസെൻറ്റേജ് ഇതിനൊക്കെ ഒരു അപവാദമായിട്ടുള്ളവരുണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം പേരും അങ്ങനെ. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരൊരുത്തിൽ കെടുക്കില്ല. കെടുക്കായാലും കടങ്ങളെക്കുറിച്ചും ഭാര്യയും മക്കളുടെയും അവർക്ക് ഭക്ഷണം, അവരുടെ പഠിപ്പും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും അതിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് അവർക്ക് ഒരു കെടുക്കാൻ. എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, കെടുക്കാൻ സമാധാനം ഉണ്ടാവില്ല. എത്ര വയ്യെങ്കിലും എണീറ്റ് പോവും പണിക്ക്. അപ്പോൾ അല്ല, അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു എന്ന് പറയാം. ആ ചേട്ടൻ വർത്താനം പറഞ്ഞപ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ആൾ. അപ്പം അത് കാരണം ഫോൺ വാങ്ങിക്കലൊന്നും നടക്കില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ. അപ്പോൾ ഇത് കഴിഞ്ഞു, പുല്ലുവെട്ടൽ കഴിഞ്ഞു. അവർക്ക് ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്ന, ഉച്ച തൊട്ട് സജീവന്റെ അവരങ്ങോട്ട് പോയി. എനിക്ക് ചുറ്റുവട്ടമൊക്കെ കുറച്ച് വെടുപ്പാണ്. തെങ്ങിന്റെ പട്ടയും നാളികേരൊക്കെ എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ പുല്ല് വെട്ടിയിട്ടില്ല കേട്ടോ, അത് വെട്ടാനുള്ളതില്ല, വെട്ടിയിട്ടില്ല. നീറ്റാക്കി പിന്നെ ചുറ്റുവട്ടം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ആ പണി ഇരിക്കാണ്ട് പോട്ടേട്ടാ. അപ്പൊ നമുക്ക് നിർത്താം.